അപ്പോൾ മക്കളെ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ അലോട്ട്മെന്റ് ഇന്ന് തന്നെ സെക്കൻഡ് അലോട്ട്മെന്റ് ഇന്ന് തന്നെ നിങ്ങളുടെ ഓൺലൈൻ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിർബന്ധമായും എല്ലാവരും എന്ത് ചെയ്യുക, നിങ്ങളുടെ സെക്കൻഡ് അലോട്ട്മെന്റ് ചെക്ക് ചെയ്യുക. നിർബന്ധമായും താഴെ കമന്റ് ചെയ്യുക, ഏത് സ്കൂളിലാണ് നിങ്ങൾ ആഗ്രഹിച്ച സ്കൂളിൽ കിട്ടിയോ എന്ന് കമന്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരിക്കും സെക്കൻഡ് അലോട്ട്മെന്റ് വന്നതിന് ശേഷം എങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ നിങ്ങളെ ഒരുപാട് സംശയങ്ങൾ ഇങ്ങനെ തീർത്തുകൊണ്ടിരിക്കുക. വേഗം എന്ത് ചെയ്യുക, ഈ എന്തെങ്കിലും സംശയങ്ങൾ നമ്മൾ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ നേരെ ഈ നമ്പർ സേവ് ചെയ്തേക്കുക. നമ്മുടെ ഫ്രീ ഹെൽപ്പ് ഡെസ്കുമായി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ എല്ലാ സംശയങ്ങളും എന്ത് ചെയ്യാം ചോദിക്കാം. കൃത്യമായ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ഉത്തരങ്ങൾ അവിടെ നൽകുന്നതായിരിക്കും. റെഡി? അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, സെക്കൻഡ് അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികളും ഇനി കിട്ടാത്ത കുട്ടികളും എന്തൊക്കെയാണ് ഇനി ചെയ്യേണ്ടതെന്ന് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ഇനി കിട്ടിയ കുട്ടികൾ ചെയ്യേണ്ട പരിപാടി ഇത്രയേ ഉള്ളൂ. നേരെ ജസ്റ്റ് സൈറ്റിൽ കയറുന്നു, നമ്മൾ ക്യാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുന്നു. ആ ക്യാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നേരെ കാണുന്ന മെസ്സേജ് ഇങ്ങനെയാണ്: സ്റ്റാറ്റസ് ഓഫ് അലോട്ട്മെന്റ്, കൺഗ്രാറ്റുലേഷൻ, യു ഗോട്ട് അലോട്ട്മെന്റ്. നിങ്ങൾക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ട്. സന്തോഷിപ്പിക്കും മക്കളെ, സന്തോഷിപ്പിക്കും മക്കളെ. ഏത് സ്കൂളാണ് അഡ്മിഷൻ കിട്ടിയത് അത് ഇവിടെ പറയുന്നുണ്ട്. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പേരുണ്ടായിരിക്കും. ഏത് കോഴ്സാണ്, അങ്ങനെ 3 കാര്യങ്ങളാണ് ആദ്യമായി അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികളാണ് കാണിക്കുന്നത് കേട്ടോ. ഇനി കിട്ടിയ കുട്ടികൾക്ക് വേറൊരു സാധനം ഉണ്ട്, താഴെ എന്ത് കാണാം, സെക്കൻഡ് അലോട്ട്മെന്റ് റിസൾട്ടിന്റെ ലിങ്ക് കാണാം. നിർബന്ധമായും ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ അടുത്ത വിൻഡോയിലേക്ക് പോകും. ഈ വിൻഡോയിലും ഇത് സെയിം മെസ്സേജ് ആയിരിക്കും. നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ട്, ഏത് സ്കൂളാണ് കിട്ടിയത്, അതുപോലെ തന്നെ ഏത് ഓപ്ഷൻ നമ്പറിനാണ് കിട്ടിയത്. ഈ കുട്ടി കിട്ടിയത് 11ാമത് കൊടുത്ത നമ്പറാ. ആ സ്കൂളിൽ 11ാമത്തെ ഓപ്ഷനാണ്, 1, 2 അല്ല. ഇനി ശ്രദ്ധിക്കണേ, 1ാമത്തെ ഓപ്ഷൻ കിട്ടിയ ആളുകളാണെങ്കിൽ നിർബന്ധമായും ആ സ്കൂളിൽ ജോയിൻ ചെയ്യുന്നേ വേണം. ഇനി സ്കൂൾ മാറുന്ന പരിപാടി ഇപ്പം നടക്കൂല. ഇനി ട്രാൻസ്ഫർ ഒക്കെ ചെയ്യുന്ന സമയത്താണ് സ്കൂൾ മാറാൻ വേണ്ടി സാധിക്കുക. അതുമായി ഏറ്റവും കൂടുതൽ സംശയം ചോദിക്കുന്നത് അവിടെ നിന്ന് കേട്ടോ. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടിയത് 2ാമത്തെ ഓപ്ഷനിലാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തേർഡ് അലോട്ട്മെന്റിന് വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം. ഈ സ്കൂളിൽ പോവാം, ടെമ്പററി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, തേർഡ് അലോട്ട്മെന്റിന് വേണ്ടി നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഈ സംശയമാണ് കുറേ ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഉത്തരമാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം. റെഡി? ഇനി അലോട്ട്മെന്റ് കിട്ടിയ ആളുകൾ ചെയ്യേണ്ടത് വ്യൂ അലോട്ട്മെന്റ് ലെറ്റർ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങളുടെ ഒരു PDF വരും. നിങ്ങളുടെ അലോട്ട്മെന്റിൽ നിങ്ങൾ ചെയ്തിരിക്കേണ്ട, നിങ്ങൾ സ്കൂളിൽ കൊണ്ടുപോയിരിക്കേണ്ട, നിങ്ങൾ കൊടുത്ത പ്രധാനപ്പെട്ട നിങ്ങളുടെ മുഴുവൻ ഡീറ്റെയിൽസും അതിലുണ്ടായിരിക്കും. ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കും എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ റെഡ് ക്രോസിന്റെ സർട്ടിഫിക്കറ്റ്, സോഷ്യൽ സയൻസ് ക്ലബ് ഉണ്ട്, എൻവയോൺമെന്റ് ക്ലബ് ഉണ്ട്. അങ്ങനെ നിങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ സമയത്ത് നിങ്ങൾ കൊടുത്ത പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും അവിടെ എന്തെങ്കിലും രേഖപ്പെടുത്തിയിരിക്കും. ഈ കാര്യങ്ങളൊക്കെ ആയിട്ട് വേണം നിങ്ങൾ എവിടെ പോകാൻ വേണ്ടി, സ്കൂളിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ട്. റെഡി അല്ലേ? ഓക്കെ അല്ലേ? ഇനി നിങ്ങൾ പലപ്പോഴും ഈ വലിയൊരു ഫയൽ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യമുണ്ട്. ഏത് സമയത്താണ് ഞാൻ സ്കൂൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോകുന്നത്? ശ്രദ്ധിച്ചോ. യു ആർ ഇൻസ്ട്രക്റ്റഡ് ടു റിപ്പോർട്ട് ഫോർ അഡ്മിഷൻ ഇൻ അലോട്ട്മെന്റ് സ്കൂൾ ബിഫോർ 5 PM. 5 മണിക്ക് മുന്നേ നിങ്ങൾ സ്കൂളിൽ എത്തണം. ഏത് 5 PM? എല്ലാ ദിവസവും 5 PM ഉണ്ടല്ലോ സാറേ. എന്നാണ് അത് 13ാം തീയതിയാണ് അല്ലേ? 13ാം തീയതി 6:24. അതായത് 13ാം തീയതി. ഇന്ന് എത്രാം തീയതിയാ? ഇന്ന് 11ാം തീയതിയാണ്. നാളെ മറ്റന്നാളെ വൈകുന്നേരം 5 മണിന് മുന്നിൽ നിങ്ങൾ എവിടെ എത്തിയിരിക്കണം? സ്കൂളിൽ എത്തിയിരിക്കണം. എന്തിനു വേണ്ടിയിട്ട്? അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. സോ ഇതാണ് അഡ്മിഷൻ കിട്ടിയ കുട്ടികൾ നിർബന്ധമായും കണ്ടിരിക്കേണ്ട കാര്യം. ഇനി ചില കുട്ടികളുണ്ടായിരിക്കും തേർഡ് അലോട്ട്മെന്റിന് വെയിറ്റ് ചെയ്യുന്ന കുട്ടികളുണ്ടായിരിക്കും. അതായത് ഇപ്പോൾ ഞാൻ കിട്ടിയ ഈ സെക്കൻഡ് അലോട്ട്മെന്റ് ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല, എനിക്ക് ഇവിടെയും ടെമ്പററി എനിക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നുള്ളൂ എന്നാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ തേർഡ് അലോട്ട്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പോകുന്ന ആളാണെങ്കിൽ അടുത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ക്ലിക്ക് ചെയ്യുക, വ്യൂ യുവർ റാങ്ക് ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് അടുത്ത അലോട്ട്മെന്റ് എനിക്ക് എവിടെ കിട്ടാനാണ് സാധ്യത ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ലിസ്റ്റിംഗ് എടുക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളെ റാങ്ക് ഇവിടെ എന്ത് ചെയ്യും, ഇവിടെ കാണിക്കും. അതേപോലെ സ്കൂളിൽ കിട്ടിയ ലാസ്റ്റ് സ്കൂളിൽ എടുത്ത റാങ്ക് ഇവിടെ കാണിക്കും അല്ലേ? അപ്പൊ ഈ കുട്ടിക്ക് നോക്കുകയാണെങ്കിൽ അടുത്തതായിട്ട് സ്കൂളിൽ കിട്ടാൻ സാധ്യത ഉള്ളതാ പുതുപ്പാടി സ്കൂളാണ്. കാരണം കുട്ടിയുടെ റാങ്ക് 161 അവിടെ ലാസ്റ്റ് റാങ്ക് 135. ചിലപ്പോൾ പല കുട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അടുത്ത അലോട്ട്മെന്റിൽ ഇനി സാധ്യത എന്നേ പറയാൻ സാധിക്കുള്ളൂ. അടുത്ത അലോട്ട്മെന്റിൽ കിട്ടാൻ നിലവിലുള്ള റാങ്ക് ലിസ്റ്റിൽ സാധ്യത എവിടെയാണ്? ഈ പുതുപ്പാടി സ്കൂളാണ് എന്ന് നോട്ട് ചെയ്ത് നോക്കുക. റെഡി? അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അഡ്മിഷൻ കിട്ടാത്ത കുട്ടികൾ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ശ്രദ്ധിക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, അടുത്ത അലോട്ട്മെന്റിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. റെഡി? ഇനി അതുപോലെ തന്നെ ഈ അലോട്ട്മെന്റുമായിട്ട് എന്തെങ്കിലും സെക്കൻഡ് അലോട്ട്മെന്റുമായിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നേരെ ഈ നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. വിളിച്ചാൽ കിട്ടുമെന്ന് എനിക്കറിയാം, വിളിച്ചാൽ കിട്ടൂല തോന്നുന്നുണ്ട്. വാട്സപ്പ് വിളിച്ചാൽ കിട്ടില്ല. വാട്സപ്പിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൃത്യമായ മെസ്സേജ് അയക്കാം. എല്ലാവർക്കും മറുപടി എന്ത് ചെയ്യും, വഴിക്ക് എന്ത് ചെയ്യും, നൽകിക്കൊണ്ടേയിരിക്കും. ബാക്കി കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാം. സോ സെക്കൻഡ് അലോട്ട്മെന്റ് കിട്ടിയ എല്ലാ കുട്ടികൾക്കും എൻ്റെ ഒരു കൺഗ്രാറ്റുലേഷൻസ്, അഭിനന്ദനങ്ങൾ. ഇനി ഇതുപോലുള്ള പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്, ഞാൻ ഇത് ആദ്യം തുടക്കത്തിൽ പറയേണ്ട കാര്യമായിരുന്നു. അതായത് പല കാരണങ്ങൾ കൊണ്ട് അഡ്മിഷൻ പ്രോസസ് ഒഴിവായി പോയ വിദ്യാർത്ഥി, ഫുൾ A+ കിട്ടിയ വിദ്യാർത്ഥികൾ പോലും നിങ്ങളെ ഫൈനൽ സബ്മിഷൻ നടക്കാത്ത കാര്യം കൊണ്ടൊക്കെ ഇന്ന് പുറത്തായി പോയ ആളുകളുണ്ട്. പേടിക്കേണ്ട, ടെൻഷൻ അടിക്കേണ്ട, നോ വേജാർ നോ വറീസ്. അതായത് തേർഡ് അലോട്ട്മെന്റ് കഴിഞ്ഞാൽ സപ്ലിമെന്ററി ഘട്ടം വരും. സപ്ലിമെന്ററി ഘട്ടത്തിൽ എന്തായാലും സീറ്റൊക്കെ കുറച്ചൊക്കെ അവൈലബിൾ ഉണ്ടായിരിക്കും. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, സപ്ലിമെന്ററിയിൽ ആദ്യം മുതൽ. പക്ഷേ ചില നമ്മൾ ഓൺലൈൻ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് തെറ്റിപ്പോയ പല കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ നിങ്ങൾ എക്കണോമിക് ബാക്ക്വേർഡ് അത് ക്ലിക്ക് ചെയ്തായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ താലൂക്ക്, അങ്ങനെയൊക്കെ ചില തെറ്റുകളൊക്കെ സംഭവിച്ച് അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിന്ന് ഒഴിവായ ആളുകളുണ്ട്. ഇവർക്കൊക്കെ എന്ത് ചെയ്യാം, നമ്മുടെ സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അതായത് പുതിയ സംവിധാനം ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് ആരും ടെൻഷൻ അടിക്കേണ്ട, നമുക്ക് അവസരങ്ങളുടെ ക്ഷമയോടുകൂടി കാത്തിരിക്കുക. എനിക്ക് ആദ്യവും ഇപ്പോഴും പറയാനുള്ള ഒരു കാര്യം എന്താണ്, ക്ഷമയോടുകൂടി കാത്തിരിക്കുക. നമുക്ക് വേണ്ടി ഏതൊരു സീറ്റ് എവിടെയോ കാത്തിരിക്കുന്നത്. സോ കിട്ടിയ ആളുകൾക്ക് ഓൾ ദി വെരി ബെസ്റ്റ്, കിട്ടാത്ത ആളുകൾ വിഷമിക്കേണ്ട, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഇതിലേക്ക് എന്ത് ചെയ്യുക, ചോദിക്കാം.
അപ്പോൾ അടുത്തൊരു വീഡിയോ വരാം. അതുവരെ ബൈ 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 ബൈ. സീ യു.